So thank you very much. In the reason for illness, particularly main in the health issues വരാൻ കാരണം as you points എന്ന് ഡിസ്കസ് ചെയ്യുന്ന അതേ some 5 points എന്താന്ന് പറഞ്ഞാൽ നമ്പർ വൺ പുവർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ജങ്ക് ഫുഡ് കഴിക്കുന്നത്, പിന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ബോഡി കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവ്, പിന്നെ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, വാട്ടർ, എയർ, സോയിൽ, കാറ്റ്, വെള്ളം, സോയിൽ, മണ്ണ്, മൂന്നും പൊല്യൂട്ടഡ് ആയിരിക്കും. പിന്നെ ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി. ഓക്കെ, പ്രോപ്പർ ന്യൂട്രീഷൻ ഫുഡ് ഒന്നും ഇല്ല. അതും അത് റീസൺസ് വന്ന് ജനറ്റിക്കലി മോഡിഫൈഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജങ്ക് ഫുഡ്സ്, പിന്നെ എല്ലാം പ്രോസസ്ഡ് ഫുഡ്സ്. ഓക്കെ, ഇപ്പം വരുന്ന എല്ലാം കെമിക്കൽസ്, വരുന്ന വെജിറ്റബിൾ ജനറ്റിക്കലി മോഡിഫൈഡ് മാത്രമല്ല പെസ്റ്റിസൈഡ്സ്, ഈ ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പോയ്സണും ബോഡിക്കകത്ത് പോകുന്നുണ്ട്. അപ്പം ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി കൊണ്ട് രണ്ട് പോയിന്റ് മെയിൻ. ഒന്ന്, സെൽസ് റിപ്പയർ, സെൽസ് റീപ്ലേസ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഓക്കെ, നമ്പർ വൺ. നമ്പർ ടു, എക്സ്ക്രീഷൻ. ഓക്കെ, എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് വെളി വരുന്ന എക്സ്ക്രീഷൻ, അതും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ടോക്സിൻസ് എക്സ്ക്രീഷൻ, മോഷൻ, സ്വെറ്റ്, ഓക്കെ, യൂറിൻ, ഈ എക്സ്ക്രീഷനും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പം എക്സ്ക്രീഷൻ പ്രോപ്പറായിട്ട് നടന്നാലേ ടോക്സിൻസും ബോഡി വിട്ട് വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതും ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി വരുന്ന മെയിൻ ഡിഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ഈ രണ്ട് വിഷയവും നടക്കുന്നില്ല ബോഡിയിൽ. സെൽസ് റിപ്പയർ, സെൽസ് റീപ്ലേസ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ടോക്സിൻസിന്റെ ലോഡും കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണം. പിന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇന്ന് വരാം. ഒരു 50 years ബാക്ക് ആണെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇന്ന് കമ്പയർ ചെയ്യുമ്പം കൂടുതലാണ്. കാരണം ഇന്ന് ഫാസ്റ്റ് പേസ്ഡ് ലൈഫ്, ഫിനാൻഷ്യൽ റീസൺ ആയിരിക്കാം, റിലേഷൻഷിപ്പ് റീസൺ ആയിരിക്കാം, വർക്ക് റിലേറ്റഡ് പ്രഷർ ആയിരിക്കാം, ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം, ലൈഫ് ഈവൻസ്, പിന്നെ അതുമല്ലാതെ പുവർ ന്യൂട്രീഷൻ കൊണ്ടും സ്ട്രെസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഗെറ്റ് പ്രോപ്പർ അഡിക്വേറ്റ് ന്യൂട്രീഷൻ കിട്ടിയില്ലെങ്കിലും ദാറ്റ് അഫക്ട്സ് യുവർ മെന്റൽ ഹെൽത്ത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇന്ന് പുതിയ പുതിയ ഇൽനെസ്, അസുഖങ്ങൾ വരാൻ കാരണങ്ങൾ. ഓക്കെ, അത് പർട്ടിക്കുലർലി ഇൻ ഇന്ത്യ നമുക്ക് മെയിൻ ഹെൽത്ത് ചാലഞ്ചസ് എന്താന്ന് നോക്കിയാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫെർട്ടിലിറ്റി, ക്യാൻസർ, ഈ മെയിൻ. പിന്നെ അതുമല്ലാതെ ഒത്തിരി അസുഖങ്ങളുണ്ട്. പക്ഷെ മേജർ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയാം. നമ്പർ 3 ഇൻഫെർട്ടിലിറ്റി, നമ്പർ 4 ക്യാൻസർ. കാരണം ഈ അസുഖങ്ങളാണ് വെരി എക്സ്പെൻസീവ് ആൻഡ് ലൈഫ് ത്രെറ്റനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ വി ക്യാൻ ഓവർകം, നമുക്ക് എങ്ങനെ വി ക്യാൻ മാനേജ്. ഓക്കെ, കാരണം ഇന്ന് എല്ലാം പൊല്യൂട്ട് ആയിരിക്കുന്ന കൊണ്ട്. അതുമല്ലാതെ ബോഡി ഹെൽത്ത് അഫക്റ്റ് ആകാൻ കാരണം വൺ മോർ ഫാക്ടർ, EMR, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന കൊണ്ട്, ഓക്കെ, ലാപ്ടോപ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ എനർജി ലെവൽ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഫാക്ടേഴ്സ്. അപ്പം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഓക്കെ, പ്രോപ്പർ ഒന്ന് ഓർഗാനിക് ഫുഡ് ആയിരിക്കണം, പ്രോപ്പർ ഓർഗാനിക് ഫുഡ്. ഓക്കെ, കറക്റ്റായിട്ട് ബോഡിയിൽ വേണ്ടിയ എല്ലാ വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് കിട്ടുന്ന പോലെ 9 ഡിഫറെന്റ് കളേഴ്സ് ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ടും ഒരു മനുഷ്യൻ ഡെയിലി കഴിക്കണം. അപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? പറ്റത്തില്ല. കാരണം 9 ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെങ്കിൽ അതിന്റെ കോസ്റ്റേ നമുക്ക് മിനിമം ഒരു 500 rupees to 600 rupees വരും. ഓക്കെ, മിനിമം 100 grams ഒരു 9 ഫ്രൂട്ട്സ് വാങ്ങണം, 9 വെജിറ്റബിൾസ് വാങ്ങണം. അതുമല്ലാതെ പൾസസ്, ലെഗ്യൂംസ്, സിറൽസ്, ഇങ്ങനത്തെ എല്ലാ ധാന്യങ്ങളും കഴിക്കണം. അതെല്ലാം ഓർഗാനിക്കലി കൾട്ടിവേറ്റ് ചെയ്തതായിരിക്കണം. പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണോ? ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, മിനിമം അങ്ങനെ ഒരു ഫുഡ് മാത്രം ഒരു മനുഷ്യന് ഇന്ന് പ്രോപ്പർ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കിട്ടണമെങ്കിൽ മിനിമം ഹി ഹാസ് ടു ഒരു 1000 to 2000 rupees സ്പെൻഡ് ചെയ്യണം ഓൺ ഡെയിലി ബേസിസ് പെർ ഹെഡ്. ഒക്കെ ഒരു ഫാമിലി ആണെങ്കിൽ മിനിമം പ്രോപ്പർ ഡയറ്റ്, എല്ലാ വൈറ്റമിൻസ്, മിനറൽസും ഓർഗാനിക് ആണെങ്കിൽ മിനിമം ഒരു ഫാമിലി, ഒരു 4 members ഉള്ള ഫാമിലി ആണെങ്കിൽ ദേ ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 5000 rupees ഒരു 3 meals പെർ ഡേ. ഒരു 4 members 3 meals
4 into 3 12 മീൽസിന് ദേ ഹാവ് ടു സ്പെൻഡ് 5,000 റുപ്പീസ്. പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണോ? ഇല്ല. അപ്പം ഇതൊക്കെ എടുത്താൽ നമുക്ക് എന്തോ വി ക്യാൻ മാനേജ് ഹെൽത്ത് ഇഷ്യൂസ് വരാതെ. ഈ ഞാൻ പറഞ്ഞ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഓക്കെ, ഇൻഫെർട്ടിലിറ്റി, ക്യാൻസർ വരാതെ വി ക്യാൻ പ്രിവെന്റ്. ഓക്കെ, നമ്മുടെ ആയുസ് എത്രയോ അതുവരെ വി ക്യാൻ ലിവ് ഹെൽത്തിലി. ഓക്കെ, 60 വയസ്സോ 70 80 വരെ നമുക്ക് ഡിസീസ് വരാതെ, അസുഖം വരാതെ വി ക്യാൻ ലീഡ് എ കംഫർട്ടബിൾ ഹെൽത്തി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 5,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യാൻ ഒരു ഫാമിലിക്ക് പറ്റുമോ? പെർ ഡേ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മന്ത്, പെർ ഡേ 4 മെമ്പേഴ്സിന് മിനിമം 5,000 രൂപ ചെലവ്. അപ്പം ഇന്ന് വാട്ട് ഈസ് ദി സ്കോപ്പ്? നമുക്ക് ഇന്നത്തെ ടഫ് ഫിനാൻഷ്യൽ ഒത്തിരി കൺസ്ട്രെയിൻസ് ഉള്ള ഈ സമയത്ത് നമുക്ക് എക്കണോമിക്കലായിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? സിമ്പിളാ. അതിനാ ഈ സപ്ലിമെന്റ്സ് ഒക്കെ മാർക്കറ്റിൽ വരാൻ തുടങ്ങിയത്. ഒരു 20-30 വർഷമായിട്ട് ഇങ്ങനെ കുറേ സപ്ലിമെന്റ്സ് വരാൻ തുടങ്ങി. ഓക്കെ, അതിൽ കുറേ സപ്ലിമെന്റ്സ് ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, നാച്ചുറൽ സോഴ്സ് ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സപ്ലിമെന്റ് വന്നാൽ അതിൻ്റെ ഫോം, വാട്ട് ഈസ് ദ ഫോം, ഏത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, പൗഡർ ആണോ, ഗ്യാസ് ഫോം ആണോ, അതിൻ്റെ ഫോം നോക്കണം, ഒന്ന്. രണ്ടാമത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ്, ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽ എന്ന് പറയും, അത് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് വി ക്യാൻ കൺസ്യൂം. അപ്പൊ ഇന്ന് അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിൽ ദർ ആർ എൻ നമ്പർ ഓഫ് സപ്ലിമെന്റ്സ്. മാർക്കറ്റ് ഇസ് ലോഡഡ് വിത്ത് സപ്ലിമെന്റ്സ്. അപ്പൊ ആൾക്കാർ ഒരു സപ്ലിമെന്റ് വാങ്ങിക്കണമെങ്കിൽ അവർ കൺഫ്യൂസ് ആകും ഏതാ ബെസ്റ്റ്. കാരണം ഇന്ന് നിറയെ ഒത്തിരി കമ്പനീസ്, ട്രഡീഷണൽ കമ്പനീസ് അല്ല, ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒത്തിരി കമ്പനീസ് പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ വി ഹാവ് ടു ചൂസ്. എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? എന്താന്ന് പറഞ്ഞാൽ യു ഹാവ് ടു, അതിന്റെ കോമ്പിനേഷൻ, ഇൻഗ്രീഡിയൻസ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അതിന്റെ ഇൻഗ്രീഡിയൻസ്, വാട്ട് ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് ദേ ആർ ആഡിങ്. ഓക്കെ, രണ്ടാമത് അതിന്റെ ഫോം, ഏത് ഫോമുല ഇരിക്കുന്ന പ്രോഡക്റ്റ്, അത് വളരെ ടു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അത്. അപ്പൊ എലിക്സർ മിക്സ് നോക്കുമ്പോൾ നമുക്ക് 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. യുണീക്ക് ഇൻഗ്രീഡിയൻസാ ഒന്ന്. രണ്ടാമത് ഇതിന്റെ ഡോസേജ് ഫോം, ഓക്കെ, ഫിനിഷ്ഡ് ഫോം എങ്ങനെയെന്ന് പറഞ്ഞാൽ പൗഡർ ഫോം, അത് വളരെ അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല, ഈ പൗഡർ ഫോം ഹൗ വി ക്യാൻ കൺസ്യൂം, എങ്ങനെ കൺസ്യൂം. കാരണം ഇന്ന് മാർക്കറ്റിൽ 200 റുപ്പീസ് കൊടുത്ത മാർക്കറ്റിൽ ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക്, ഐ എം ടോക്കിംഗ് അബൌട്ട് ബൾക്ക് ക്വാണ്ടിറ്റി, ഒരു 200 റുപ്പീസ് പേ ചെയ്താൽ ഒരു 200 ഗ്രാംസിന്റെ സ്റ്റെം സെൽസ് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ. പക്ഷെ അത് കഴിക്കേണ്ട വിധം എങ്ങനെയാന്ന് നോക്കിയാൽ അത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കി ജ്യൂസിൽ കലക്കി കുടിക്കണം. പക്ഷെ എലിക്സർ മിക്സ് അങ്ങനെയല്ല. ഓക്കെ, ഇതിന്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വന്നിട്ട് സബ്ലിംഗ്വൽ. ഓക്കെ, അതാ മാർക്കറ്റിൽ സ്റ്റെം സെൽസ് വരുമ്പോൾ ഓൾ സ്റ്റെം സെൽസ് ആർ സെയിം അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാം ഒന്നാ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാലും യു ഹാവ് ടു അതിന്റെ കഴിക്കിന്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതാന്ന് നോക്കണം. സബ്ലിംഗ്വൽ ആണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അതിലും അതിന്റെ കോമ്പിനേഷൻ നോക്കണം, അതാ മെയിൻ. ഓക്കെ, അപ്പം എലിക്സർ മിക്സ് എടുക്കുമ്പം ഇന്ന് ഇന്ത്യയിൽ അതിന്റെ കോമ്പിനേഷൻ ഈസ് യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഇങ്ങനത്തെ ഈ കോമ്പിനേഷൻ ഉള്ള പ്രോഡക്റ്റ് വേറെ പ്രോഡക്റ്റ് ഇല്ല, ഓൺലി എലിക്സർ മിക്സ് ഇസ് ദയർ. രണ്ടാമത് ഈ നാനോ ടെക്നോളജി പ്രോസസ് അല്ലെങ്കിൽ സബ്ലിംഗ്വൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദീസ് 2 പോയിന്റ്സ് ആർ വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഈസ് യുണീക്ക് എന്ന് പറയാൻ കാരണം. അപ്പം ഇതിലിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ട്രിച്ചിലിയ കാറ്റിഗ, കോർഡിസെപ്സ്, ഹോണി ഗോട്ട് വീഡ്, നിങ്ങൾ സ്ക്രീനിൽ നോക്കാം. ഓക്കെ, ട്രൈബലസ് ടെറസ്ട്രീസ്, സ്റ്റെവിയ, ഗ്രീൻ ആപ്പിൾ, റെഡ് പീച്ച്, പംകിൻ സീഡ്, ബ്ലിഗിയ, പാസിഫ്ലോറ, ജബോട്ടിക്കാബ, സാപ്പർമോട്ടോ. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രീസ്. ഓക്കെ, യൂറോപ്പ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈന ഉണ്ട്, ഓക്കെ, സൗത്ത് അമേരിക്ക, ബ്രസീൽ, അമേസോൺ ഫോറസ്റ്റ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഡിഫറെന്റ് ആൾട്ടിറ്റ്യൂഡ്സ്, ബിലോ സീ ലെവൽ ഉണ്ട്, സീ ലെവൽ ഉണ്ട്, അബോവ് സീ ലെവൽ. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ്. ഇങ്ങനെ 12 ഇൻഗ്രീഡിയൻസ്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇറ്റ്സ് എ കിങ് ഓഫ് ഹെർബ് എന്ന് പറയാം. ഈ 12 ചേരുമ്പം ഇത് ഭയങ്കര പവർ. ഓക്കെ,
വളരെ ഇതിന്റെ പൊട്ടൻസി കൂടുതലാണ്. ഓക്കെ, മാർക്കറ്റിൽ യു ക്യാൻ സി നിറയെ സപ്ലിമെന്റ് ഉണ്ട്. അതിന്റെ ഡോസേജ് ഒക്കെ നോക്കി ഒരു പൗച്ച് പെർ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഒരു പൗച്ച് ഒരു ഫുൾ പൗച്ച് കൺസ്യൂം ചെയ്യാൻ പറയും. പക്ഷെ എലിക്സർ മിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഫുൾ പൗച്ച് എടുക്കാൻ പറ്റത്തില്ല. സപ്പോസ് എടുത്താലും സിവിയർ പെയിൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പൊട്ടൻസി. ഓക്കെ, എലിക്സർ മിക്സും ബാക്കിയുള്ള സ്റ്റെം സെൽസ്. ഓക്കെ, നിങ്ങൾ കമ്പയർ ചെയ്യാം. ഹൗ എലിക്സർ മിക്സ് ഇസ് ഡിഫറെന്റ്, ഹൗ എലിക്സർ മിക്സ് ഇസ് യുണീക്ക്. ഓക്കെ, ഹൗ എലിക്സർ മിക്സ് ഇസ് സ്പെഷ്യൽ ഫ്രം അതർ സ്റ്റെം സെൽസ് എന്ന് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം എലിക്സർ മിക്സ് ഒരു പൗച്ച് 1.5 ഗ്രാമുള്ള പൗച്ച് മിനിമം 7 to 10 days. ഓക്കെ, ഫീമെയിൽ ആണെങ്കിൽ 10 days, മെയിൽസ് ആണെങ്കിൽ ഒരു 6 to 7 days യു ഹാവ് ടു യൂസ്. അത്ര പവർഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ, അകത്തിരിക്കുന്ന സബ്സ്റ്റൻസ് എന്തുവാ, ടിച്ചിലിയ കാറ്റിവോ ആകട്ടെ, കോഡിസെപ്റ്റ് ആകട്ടെ, ഇതിലിരിക്കുന്ന മെയിൻ ആൽക്കലോയിഡ്സ്. ഓക്കെ, കട്ടുബൈൻ, കോഡിസെപ്പിൻ, ഹാർമൈൻ, സ്റ്റിവിയമീൻ. ഓക്കെ, ഇങ്ങനത്തെ ആൽക്കലോയിഡ്, ക്വർസെറ്റിൻ, പിന്നെ കുറെ ബീറ്റാ കാരോട്ടീൻ, ഇങ്ങനെ ഫ്ലേവനോയിഡ്സ് കുറെ സബ്സ്റ്റൻസ് ഉണ്ട്. സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ വിറ്റമിൻസ്, മിനറൽസ് അതൊക്കെ ഉണ്ട്, ഫാറ്റി ആസിഡ്സ്. അതുമല്ലാതെ ലവ് ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, ഡോപ്പമിൻ, അസ്റ്റൈൽകോളിൻ, നോർ എഫിനെഫ്രിൻ, നോർ അഡ്രിനലിൻ. ഓക്കെ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ഇങ്ങനത്തെ ന്യൂറോ സബ്സ്റ്റൻസ്, ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ്, നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ല നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അസ്റ്റൈൽകോളിൻ, ഇതൊക്കെ ബോഡിയിൽ ഈ എലിക്സർ മിക്സിലുണ്ട്. ഓക്കെ, അതാ എലിക്സർ മിക്സ് ഈ സപ്ലിമെന്റ് യുണീക്ക് എന്ന് പറയാൻ കാരണം. അപ്പൊ ഈ 12 ഇൻഗ്രീഡിയൻസും ചേരുമ്പോൾ നമ്മുടെ ബോഡിയിലിരിക്കുന്ന സ്റ്റെം സെൽസ് എല്ലാം ആക്ടിവേറ്റ് ആകും ബോഡിയിൽ. ഓക്കെ, സ്റ്റെം സെൽസ് ആക്ടിവേറ്റ് ആയ സെൽസ് ഞാൻ പറഞ്ഞില്ലേ, സെൽ റിപ്പയർ, സെൽ റീപ്ലേസ്മെന്റ്, സെൽസ് റെജുവിനേഷൻ, മൂന്നും നടക്കും. ഓക്കെ, സെൽസ് റെജുവിനേഷൻ ആകണം, സെൽസിന്റെ റിപ്പയറിംഗ് പ്രോസസ് കറക്റ്റ് ആയിരിക്കണം, സെൽസ് റീപ്ലേസ്മെന്റും നടക്കണം. കാരണം ഒരു മനുഷ്യന്റെ ബോഡിയിൽ ഡെയിലി ബേസിസിൽ മില്യൺസ് ഓഫ് ന്യൂ സെൽസ് ആർ ഫോംഡ്. at the same time millions of old cells are removed from the system. ഓക്കെ, സിസ്റ്റത്തിൽ നിന്ന് ബോഡി വിട്ട് പുറത്തു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോസസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, 100 ന്യൂ സെൽസ് വന്ന 100 പഴയ സെൽസ് ബോഡി വിട്ട് പോകണം. പോയില്ലെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഈ ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ റിമൂവൽ അത് കറക്റ്റ് ആയിട്ട് നടക്കണം ബോഡിയിൽ. നടന്നില്ലെങ്കിലും ഇന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണമുണ്ട്. റൈറ്റ്, ടോക്സിൻസ് റിമൂവൽ. ഓക്കെ, ന്യൂട്രീഷൻ, നമ്മുടെ ബോഡി ഈസ് ലോഡഡ് ഓർ പ്രൊവൈഡഡ് വിത്ത് അഡിക്വറ്റ് ന്യൂട്രീഷൻ ആണെങ്കിൽ എന്തുവാ, ഈ സെൽസ് റിപ്പയർസും റീപ്ലേസ്മെന്റ് മാത്രമല്ല, ഈ ടോക്സിൻസ് റിമൂവലും നടക്കും പ്രോപ്പറായിട്ട്. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും ട്രാവൽ ചെയ്യുന്ന ലെങ്ത് ഒരു ഹ്യൂമൻ ബോഡിയിൽ 1,61,000 കിലോമീറ്റർ ഇതിന്റെ ലെങ്ത്. അത്ര വലിയ ഏരിയയിലാണ് ഈ നെറ്റ്വർക്ക് സ്പ്രെഡായി കിടക്കുന്നത്. അത്തരം കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമാണ് ഈ നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. കോംപ്ലിക്കേറ്റഡ് മാത്രമല്ല, സെൻസിറ്റീവ് സിസ്റ്റമാണ്. അപ്പം ഇന്ന് സയന്റിസ്റ്റ് മെഡിക്കൽ ഫീൽഡിൽ പറയുന്ന പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഈ സർക്കുലേറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും ഹെൽത്തി ആയിരുന്ന യു ക്യാൻ പ്രിവെന്റ് 90% ഓഫ് ഡിസീസ്. ഓക്കെ, 100 ടൈപ്സ് ഓഫ് ഡിസീസ് വരാതെ വി ക്യാൻ പ്രിവെന്റ്. ഓക്കെ, അപ്പം ഇതിന് ഈ സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ക്ലെൻസ് ചെയ്യണമെങ്കിൽ യു നീഡ് പ്രോപ്പർ ന്യൂട്രീഷൻ. ഓക്കെ, എല്ലാ ന്യൂട്രീഷനും എടുത്താൽ ശരിയാകത്തില്ല. ഓക്കെ, ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഈ ഹോർമോൺസ്, ഇതൊക്കെ കിട്ടുന്ന പ്രോപ്പർ ന്യൂട്രീഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പം ഇത് കിട്ടിയാൽ ഈ സിസ്റ്റം ക്ലെൻസ് ആകത്തുള്ളൂ. അപ്പം നമുക്ക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. കാരണം ഈ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്, നൈട്രിക് ഓക്സൈഡ്, L-arginine, ഇങ്ങനത്തെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ബ്ലഡ് വെസൽസ് ഡൈലേഷൻ ആകും. ഓക്കെ, ബ്ലഡ് വെസൽസ് ഡൈലേഷൻ. അപ്പൊ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ഷൻ ചുരുങ്ങാൻ കാരണം എന്തുവാ, സ്മോക്കിംഗ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ഹാബിറ്റ് ഇല്ലാതിരിക്കാം, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് സ്മോക്കേഴ്സ് ആയിരിക്കും. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്താൽ നമുക്ക് എന്തുവാ, പാസീവ് സ്മോക്കിംഗ്, ആ സ്മോക്ക് നമുക്ക് വരും. ഓക്കെ, ഈ സ്മോക്കും വളരെ ഡേഞ്ചറസ്. ഓക്കെ, അത് ഇൻഡസ്ട്രിയൽ സ്മോക്ക് ആണെങ്കിൽ അതിനേക്കാൾ ഡേഞ്ചർ. ഓക്കെ, അപ്പൊ ഈ സ്മോക്കും ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രിക്ഷൻ, ബ്ലഡ് വെസൽസ് ചുരുങ്ങും.
ചുരുങ്ങിയാലും പ്രോബ്ലം. ഓക്കെ, നിങ്ങളുടെ കൊളസ്ട്രോൾ ചിലപ്പം കറക്റ്റ് ആയിരിക്കും, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചിലപ്പം കറക്റ്റ് ആയിരിക്കും, ബ്ലഡ് ഷുഗർ കറക്റ്റ് ആയിരിക്കും, എന്നാലും ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഈ ബ്ലഡ് വെസൽ കൺസ്ട്രിക്ഷൻ. ഓക്കെ, വളരെ ഡേഞ്ചർ. ഓക്കെ, അപ്പൊ ബ്ലഡ് വെസൽസ് ഹെൽത്തി ആയിരിക്കണം. ഇപ്പൊ ആൾക്കാര് ഒരാളിപ്പം 50 വയസ്സായാലും ചില ആൾക്കാർ ഹെൽത്തി ആയിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഹിസ് ആർട്ടറീസ് ആർ ഹെൽത്തി. ആർട്ടറി എന്ന് പറയുമ്പം ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ഗുഡ് ബ്ലഡ്, അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഉള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസിന്റെ പേരാ ആർട്ടറി. ഓക്കെ, അപ്പോൾ ഇഫ് യുവർ ആർട്ടറീസ് ആർ ഹെൽത്തി, യു വിൽ ബി ഹെൽത്തി. ഓക്കെ, അപ്പം ആർട്ടറീസ് വീക്ക് ആണെങ്കിൽ നമ്മളും വീക്ക് ആവും. അതാ മെയിൻ റീസൺ. ഓക്കെ, അപ്പം ആർട്ടറീസ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ബ്ലഡ് വെസൽസ് ആർട്ടറീസ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും ഈ എലിക്സിർ മിക്സ് ന്യൂട്രീഷൻ എടുക്കുമ്പോൾ. എന്തോ മൈക്രോവാസ്കുലർ സർക്കുലേഷൻ. അടുത്ത ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹോർമോൺസ്. ഇന്ന് എസ്പെഷ്യലി ഏജ് ആയ ആൾക്കാർക്ക് മാത്രമല്ല, ഗ്രോയിങ് ചിൽഡ്രൻ, അവർക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് കൂടുതലുണ്ട്. ഒരു 20 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ നോക്കിയാ അബവ് 40 ഇയേഴ്സ് 45 ഇയേഴ്സ് ഈ ഹോർമോൺ ഇംബാലൻസിന്റെ പ്രോബ്ലം വരും. പക്ഷെ ഇന്ന് 13 ടീനേജ് പിള്ളേർ, ഓക്കെ, ടീനേജ്, ഓക്കെ, ആ ഏജ് ഗ്രൂപ്പ് ഉള്ള പീപ്പിൾസിന് ഈ ഹോർമോൺസ് ഇംബാലൻസ് ഉണ്ട്, ബോത്ത് മെയിൽ ഫീമെയിൽസ്. ഓക്കെ, കാരണം എന്താ? അവർ മെയിൻ യൂസ് ചെയ്യുന്ന ജങ്ക് ഫുഡ്, ഓക്കെ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഈ റീസൺസ് കൊണ്ട് എന്തുവാ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്. അപ്പൊ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് അവർ ഹെൽത്ത്. ഓക്കെ, ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആ ബോഡിക്ക്. ഓക്കെ, ദേ ആർ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് ബൈ ഡക്ട്ലെറ്റ്സ് ഗ്ലാൻഡ്സ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന ഡക്ട്ലെറ്റ്സ് ഗ്ലാൻഡ്സ് ത്രൂ ദം ഈ ഹോർമോൺസ് ആർ സെക്രീറ്റഡ്. അതിന് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് ബോഡിയിൽ. ബേസിക്കലായിട്ട് ഒത്തിരി ഫങ്ഷൻസ് ഈ ഹോർമോൺസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം അതിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് എൻറ്റയർ ആ സിസ്റ്റം, ആ ഫങ്ഷൻസിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഫൈനലി ദാറ്റ് ലീഡ്സ് ടു ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എലിക്സിർ മിക്സ് എടുക്കുമ്പം ഹോർമോൺ ബാലൻസ് ആകും. ഫൈനലി എലിക്സിർ മിക്സ് എടുത്താൽ ബ്ലഡ് പ്യൂരിഫയർ. ഓക്കെ, ഇറ്റ് ആക്ട്സ് എസ് എ ബ്ലഡ് പ്യൂരിഫയർ, അല്ലെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻസ് ആൽക്കലിനിറ്റി ഓഫ് ബ്ലഡിന്റെ pH ആൽക്കലിനിറ്റി അത് മെയിൻറ്റെയിൻ ആകും. അപ്പോൾ അബോവ് 7 മെയിൻറ്റെയിൻ ആകുന്നത് കൊണ്ട് എന്തോ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ ഈ വാട്ടറിൽ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒത്തിരി ഫിൽറ്റേഴ്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്, ആൽക്കലിൻ. ഓക്കെ, ഞാൻ പേര് പറയുന്നില്ല. ഓക്കെ, സി ഇഫ് യു യൂസ് ദിസ് യുവർ വാട്ടർ വിൽ ബിക്കം ആൽക്കലിൻ. അതുകൊണ്ടാണ് ഈ ആൽക്കലിൻ ടോപ്പിക് വരാൻ ചാൻസസ്. അതും കറക്റ്റ് റീസൺ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ബോട്ടറിൽ ആൽക്കലൈൻ വാട്ടർ മാത്രം ആൽക്കലിനിറ്റി മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ ചോദിച്ചാൽ ഇല്ല, അതിന്റെ കൂടെ മിനറൽസും വേണം. ഇപ്പൊ ചില ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ, ആൽക്കലിനിറ്റി ഉണ്ട്, പക്ഷെ മിനറൽസ് ഉണ്ട് വാട്ടറിൽ ഇല്ല. ഓക്കെ, ഓക്കെ, ഓർഡിനറി RO വാട്ടറിനേക്കാളും ഇത് ബെസ്റ്റാ, ഓക്കെ, ടു സം എക്സ്റ്റെന്റ്, ബട്ട് അത് കംപ്ലീറ്റ് വാട്ടർ ആണോ? അല്ല. ഓക്കെ, അപ്പോൾ ആ വാട്ടറും ഇന്ന് വളരെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇഫ് യു വോണ്ട് ടു ഹാവ് എ ഗുഡ് വാട്ടർ, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം, പ്രോപ്പർ വെള്ളം വേണമെങ്കിൽ ഭയങ്കര പ്രോബ്ലം. ഇപ്പൊ എസ്പെഷ്യലി കേരളത്തിൽ ഇരിക്കുന്ന വെള്ളം എല്ലാം ഹൈലി അസിഡിക്കാ. ഓക്കെ, അതുകൊണ്ട് കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ്, പിന്നെ സ്റ്റോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ കേരളത്തിലുള്ള ആൾക്കാർക്ക് വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. കാരണം അവര് കിണറ്റ് വെള്ളമാണ് യൂസ് ചെയ്യുന്ന, വെൽ വാട്ടർ ഹൈലി അസിഡിക്കാ. pH നോക്കിയാൽ ബിലോ 5 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ബിലോ 6 ആയിരിക്കും. ഓക്കെ, അസിഡിക് വെള്ളം കൊടുത്താൽ ബോഡിയിൽ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും. സോ ആൽക്കലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം എലിക്സിർ മിക്സ് എടുത്താൽ യുവർ ബ്ലഡ് pH ആൽക്കലിനിറ്റി വിൽ ബി മെയിൻറ്റെയിൻ. അതുകൊണ്ട് എന്താ ഗുണം? നല്ല ഇമ്മ്യൂണിറ്റി ആയിരിക്കും, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ, ഇതിന്റെ പ്രോപ്പർട്ടിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ആയിക്കോളും. ഓക്കെ, അപ്പം ഈ 5 ഫംഗ്ഷൻ എലിക്സിർ മിക്സ് എടുത്ത ബോഡിയിൽ ഈ 5 ഫംഗ്ഷൻ നടക്കും. ഈ 5 ഫംഗ്ഷൻ നടക്കുന്ന കൊണ്ട് എന്തുവാ ബെനിഫിറ്റ്സ്? എന്താന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും. ഓക്കെ, സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്ന കൊണ്ട് കാർഡിയോവാസ്കുലർ ഹെൽത്ത്, നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ബ്ലഡ് വെസൽസിന്റെ അതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം വരാതെ വി കൻ മെയിൻറ്റെയിൻസ് കൊളസ്ട്രോൾ ലെവൽ. ഓക്കെ, മെറ്റബോളിസം ആക്റ്റീവ് ആയിരിക്കും,
ഇമ്മ്യൂണിറ്റി നല്ലതായിരിക്കും, ലിവർ കിഡ്നി ലങ് ഫങ്ഷൻ ഇമ്പ്രൂവ് ആകും. ഓക്കെ, ആന്റി ഇൻഫ്ലമേറ്ററി ആ പ്രോപ്പർ ഡെവലപ്പ് ആകും. ഓക്കെ, ആന്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വളരെ ഇപ്പൊ എന്തുവാന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ്, മെന്റൽ പ്രോബ്ലം, അല്ലെങ്കിൽ സം ഫുഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ്, ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ബോത്ത് ഇൻസൈഡ് ബോഡിക്ക് അകത്തും ബോഡിക്ക് പുറത്തും. ഓക്കെ, സ്കിൻ്റെ ഔട്ട്സൈഡും വരാം. അപ്പം ഈ ഇൻഫ്ലമേഷൻ അൺട്രീറ്റഡ് ആണെങ്കിൽ, നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വിറ്റ് ലീഡ്സ് ടു ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ ആയി അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താകും? വിച്ച് ലീഡ്സ് ടു സെപ്സിസ്. ഓക്കെ, ബ്ലഡ്, ആ പോയിസൺ ബ്ലഡിൽ, ആ ഇൻഫെക്ഷൻ ബ്ലഡിൽ കയറി പേഷ്യന്റ് കൊളാപ്സ് ആക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇൻഫ്ലമേഷൻ, അപ്പൊ ബോഡിന്റെ അകത്തിരിക്കുന്ന ബ്ലഡ് വെസൽസ്, ചെറിയ ചെറിയ സെൽസ്, ടിഷ്യൂസ്, ഓക്കെ, സം എന്താ പറയുക സിസ്റ്റേഴ്സ് ഇൻ ദ ഇന്നർ ലൈനിങ്, അതെല്ലാം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എലിക്സിർ മിക്സ് ആ ഇൻഫ്ലമേഷൻ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. BPH ആണുങ്ങൾക്ക് വരുന്ന പ്രശ്നം ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസിയ. ഓക്കെ, അപ്പൊ അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്, അതും കൺട്രോൾ ആകും. ഓക്കെ, ആ സ്വെല്ലിങ്ങും മാറും. ഓക്കെ, ഫ്രീക്വന്റ് യൂറിനേഷൻ നൈറ്റ്, ആ പ്രോബ്ലം നമുക്ക് റെക്ടിഫൈ ചെയ്യാം. സെക്ഷുവൽ ലൈഫ്, ഓക്കെ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ യു കൻ ഹാവ് എ ഗുഡ് ഹെൽത്തി സെക്ഷുവൽ ലൈഫ്. ഇന്ന് സ്ട്രാറ്റജി എന്തുവാ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ 65% ഓഫ് ഫീമെയിൽസ്, ഇന്ത്യൻ ഫീമെയിൽസ് ആർ നോട്ട് ഓക്കെ സെക്ഷുവലി സാറ്റിസ്ഫൈഡ് ബൈ ദർ സ്പൗസ്. അതാ പറയുന്ന ലേറ്റസ്റ്റ് സ്ട്രാറ്റജി, സ്റ്റാറ്റിസ്റ്റിക്സ് അതാ പറയുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, 165 പെണ്ണുങ്ങൾ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, അത് എസ്പെഷ്യലി ഇപ്പം കൂടിക്കാണും. ഈ കൊറോണ വാക്സിനേഷൻ, കൊറോണ വൈറസിന്റെ ഇൻഫെക്ഷൻ ആയതിനു ശേഷം ഈ റേഷ്യോ അല്ലെങ്കിൽ ഈ ഇത് കൂടിക്കാണും. അപ്പം റീസൺ എന്താന്ന് പറഞ്ഞാൽ, പീപ്പിൾ ആർ നോട്ട് ഹാവിങ് ദെയർ ഫുള്ളസ്റ്റ് സെക്ഷുവൽ ലൈഫ്. ഓർഗസം കിട്ടുന്നില്ല. മെയിൽ ആകട്ടെ ഫീമെയിൽ ആകട്ടെ, അവർക്ക് ഓർഗസം കിട്ടാതെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, മെയിൽസ് ആർ ബിക്കമിങ് വീക്ക്. ഓക്കെ, ദെയർ സിസ്റ്റം ഇസ് ഗെറ്റിംഗ് വീക്ക്, കാരണം ന്യൂട്രീഷൻ ഇല്ലാത്ത കൊണ്ട്. ഓക്കെ, എലിക്സിർ മിക്സ് എടുത്താൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാം. സോ യു വിൽ ഹാവ് എ ബെറ്റർ സെക്ഷുവൽ ലൈഫ്. അപ്പൊ ഇത് ആർക്കാ വേണ്ടിയതെന്ന് നമ്മൾ വിചാരിക്കും, ഓക്കെ, ഇത് ഒരു യങ് കപ്പിൾസ്, റീസെന്റ് മാരിഡ് കപ്പിൾസ്, അങ്ങനെയല്ല. എല്ലാ ഏജസിലും ഉള്ള ആൾക്കാർക്ക് ഇത് ആവശ്യമാണ്. വെദർ യു ആർ 30, 40, 50, 60, ഏത് ഏജ് ആകട്ടെ, സെക്സ് ഈസ് നോട്ട് ഫോർ പ്ലഷർ, സെക്സ് ഈസ് ഫോർ ഹെൽത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം സയന്റിസ്റ്റ് പറയുന്നത് ബെസ്റ്റ് എക്സസൈസ്, ഓൺലി 2 എക്സസൈസ് ആർ ബെസ്റ്റ്. ഒന്ന് സ്വിമ്മിങ്, രണ്ടാമത് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ആ സെക്ഷുവൽ ഇന്റർകോഴ്സ്. ഓക്കെ, ഇത് ബെസ്റ്റ് എക്സസൈസ്. അപ്പം ലാക്ക് ഓഫ് സെക്ഷുവൽ ആക്ടിവിറ്റി ലീഡ്സ് ടു മെനി ഹെൽത്ത് ഇഷ്യൂസ്. അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇന്ന് കാർഡിയാക് പ്രോബ്ലംസ്, ഡയബറ്റിക് പ്രോബ്ലം, ഓക്കെ, സം ഇൽനെസ് ഒക്കെ വരാൻ പല വിഷയങ്ങളുണ്ടെങ്കിലും ഈ സെക്ഷുവാലിറ്റി ഇല്ലാത്തത് ഒരു റീസണാണ്. സെക്ഷുവൽ ആക്ടിവിറ്റി ഇല്ലാത്തതും ഒരു ഫാക്ടർ, ഒരു റീസൺ. ഓക്കെ, സോ എലിക്സിർ മിക്സ് എടുത്താൽ യു വിൽ ഹാവ് എ ഗുഡ് കംപ്ലീറ്റ് സെക്ഷുവൽ ലൈഫ്. ഓക്കെ, അടുത്ത പോയിന്റ് ഫെർട്ടിലിറ്റി. ഓക്കെ, ഫെർട്ടിലിറ്റിയും ഇൻഫെർട്ടിലിറ്റി അതും ഇമ്പ്രൂവ് ആകും. ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ആകും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് മസിൽ ഗ്രോത്ത് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആകും. ബോഡിയിലിരിക്കുന്ന ടയർനെസ് മാറും. ആൻസൈറ്റി, അത് കണ്ടീഷൻ നോർമൽ ആകും. മെമ്മറി ഇമ്പ്രൂവ് ആകും. സ്ട്രെസ് മാനേജ്മെന്റ് ആകും. ഓക്കെ, യു ക്യാൻ മാനേജ് യുവർ സ്ട്രെസ്. ഏത് പ്രോബ്ലം വന്നാലും യു ക്യാൻ മാനേജ്. നിങ്ങൾ ഒരു കൂൾ ലൈഫ്. ഓക്കെ, ഏത് ബോഡി പ്രഷർ വന്നാലും യു ക്യാൻ മാനേജ് ഈസിലി. ഫിനാൻഷ്യൽ പ്രഷർ ആകട്ടെ, റിലേഷൻഷിപ്പിൽ പ്രഷർ ആകട്ടെ, അല്ലെങ്കിൽ ഏത് പ്രോബ്ലം വന്നാലും യു ക്യാൻ മാനേജ്. അടുത്തത് വിച്ച് വിൽ cleanses the nervous system and makes the nervous system active. ഓക്കെ, ഈ 15 ബെനിഫിറ്റ്സ് നമുക്ക് 15 അല്ല, ഇത് ഞാൻ ജസ്റ്റ് മെയിൻ പോയിന്റ്സാ പറഞ്ഞത്. ഇങ്ങനെ ഇത്ര ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് എലിക്സിർ മിക്സ് കൺസ്യൂം ചെയ്താൽ നമുക്ക് കിട്ടും ബോഡിയിൽ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ യുണീക് സപ്ലിമെന്റ്, വണ്ടർഫുൾ സപ്ലിമെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻകമ്പാരബിൾ. നമുക്ക് വേറെ ഒരു സപ്ലിമെന്റ് കൂടെ എലിക്സിർ മിക്സിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്ര പവർഫുൾ ആണ് ഒരു ബ്യൂട്ടിഫുൾ സപ്ലിമെന്റ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രോപ്പർ ഫുഡ്
അതിന്റെ സോഴ്സ്, ഒരു കംപ്ലീറ്റ് പാക്കേജ്ഡ് ഫുഡ് വേണമെങ്കിൽ ഒരു പേഴ്സണ് 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലിക്ക് മിനിമം 2000 റുപ്പീസ് സ്പെൻഡ് ചെയ്യണം. മിനിമം 2000. അപ്പം പെർ മന്ത് എത്രയായി? ഫുഡിന് മാത്രം മിനിമം 60,000 റുപ്പീസ്. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ നോർമൽ ഫുഡ് ഇപ്പം എന്താ കഴിക്കുന്നത് ആ ഫുഡ് കഴിച്ചോ, നോ പ്രോബ്ലം. ജസ്റ്റ് ആഡ് എലിക്ഷൻ മിക്സ്. ഓക്കെ, 4 മെമ്പേഴ്സിന് ഒരു 2-3 ബോക്സ് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾ 21,000 പാക്കേജിൽ എടുക്കുമ്പം ഒരു ബോക്സിന്റെ കോസ്റ്റ് എത്ര വരുന്നത്? 2,300 സംതിങ് അത്രയോ വരുന്നുള്ളൂ അല്ലേ? അപ്പം ഒരു 4 ബോക്സ് എടുത്താൽ ഒരു മാസം എത്ര? ലെസ് ദൻ 10,000 റുപ്പീസ്. ഓക്കെ, അപ്പം നോർമൽ ഫുഡ് പ്ലസ് ഈ സപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ അസുഖങ്ങൾ എന്തോ പറഞ്ഞേ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി, ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാം. ഇതിനെ നമുക്ക് ഈ പ്രോബ്ലം വരാതെ നമ്മുടെ ഫാമിലി നമുക്കും മാനേജ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആ സപ്പോർട്ട് എലിക്സർ മിക്സ് തരും. ഓക്കെ, കാരണം ഞാൻ ഈ 4 അസുഖങ്ങൾ പറയാൻ കാരണം ഇതാ ഇന്ത്യയിൽ ഇന്ന് ഹെൽത്ത് ചാലഞ്ചസ് ആയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഇതാ വളരെ എക്സ്പെൻസീവ്. ഓക്കെ, ഇപ്പൊ ഒരു ഹാർട്ട് റിലേറ്റഡ് സർജറി ചെയ്യണമെങ്കിൽ, ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെയ്യണമെങ്കിൽ മിനിമം 2 lakhs മുതൽ 5 lakhs വരെ ആകും. ഓക്കെ, കോസ്റ്റ്. അല്ലെങ്കിൽ ഒരു നെർവസ് ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നെങ്കിൽ അതിന് മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റൽ മിനിമം 2 lakhs. ഇല്ലേ? ക്യാൻസർ വന്നാൽ അത് എത്ര ലക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ് ഏജ്. കീമോതെറപ്പി എത്രയോ സിറ്റിംഗ് പോകണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കേഷൻ എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. ഇൻഫെർട്ടിലിറ്റിന്ന് എത്ര ട്രീറ്റ്മെന്റ്, ലക്ഷങ്ങളാണ് ട്രീറ്റ്മെന്റ് വാങ്ങിക്കുന്ന ഹോസ്പിറ്റൽസിൽ. സോ ജസ്റ്റ് ഒരു ബോക്സ് ഒരു പേഴ്സൺ ഒരു മാസം യൂസ് ചെയ്താൽ നമുക്ക് ഈ ഹെൽത്ത് ചാലഞ്ച് വരാതെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, കാരണം എലിക്സർ മിക്സ് പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ടും നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതെ എലിക്സർ മിക്സ് സപ്പോർട്ട് കൊടുക്കും. ഓക്കെ, സോ അതുകൊണ്ട് പറയുന്ന എലിക്സർ മിക്സ് യുണീക്ക് പ്രോഡക്റ്റ്, വണ്ടർഫുൾ സപ്ലിമെന്റ്. ഓക്കെ, ഇന്ന് നമ്മൾ വിചാരിക്കുന്നു അലോപ്പതി അല്ലാതെ മറ്റ് മെഡിസിൻസ് എല്ലാം സേഫ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഇന്ന് ഞാൻ കൊണ്ടോട്ടി കാലിക്കറ്റിന്റെ അടുത്ത് ഒരു വലിയ കമ്പനിയുടെ MD, പുള്ളിക്ക് ഒരു 65 years ഉണ്ട്. പുള്ളിയോട് സംസാരിച്ചപ്പം ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞാൽ, പുള്ളി ഡയബറ്റീസ് 15 years ആയിട്ട് ഡയബറ്റീസ്, പക്ഷെ അയാൾ യൂസ് ചെയ്യുന്നത് ആയുർവേദിക് മരുന്നാണ്. അപ്പോൾ 15 years ആയിട്ട് ആയുർവേദിക് യൂസ് ചെയ്തുകൊണ്ട് പുള്ളിക്ക് എന്തായി? ലിവർ ഫെയിലിയർ ആയി. സമ്മതിക്കാൻ പറ്റുന്നു. നമ്മൾ വിചാരിക്കുന്ന ആയുർവേദിക് മെഡിസിൻ എല്ലാം സേഫ് അല്ല. എല്ലാ ടൈപ്പ് ആയുർവേദിക് മെഡിസിനും സേഫ് അല്ല. അതിൽ ഭയങ്കര പ്രോബ്ലം ഉള്ള മെഡിസിൻസും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഹേർബും സേഫ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഹെർബൽ സപ്ലിമെന്റ് എല്ലാ ഹേർബ്സും സേഫ് ആണോ? അല്ല. ഭയങ്കര ബോഡിയിൽ അഫക്ട് ചെയ്യുന്ന ഒത്തിരി ഹേർബ്സ് ഉണ്ട്. അതിൽ അൺവാണ്ടഡ് ആയിരിക്കുന്ന ആവശ്യമില്ലാത്ത കെമിക്കൽസും ഉണ്ട്, ബോഡിയിൽ അഫക്ട് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ട്. ഓക്കെ, അപ്പം ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ചില സബ്സ്റ്റൻസ്, ചില പ്രിപ്പറേഷൻ, ആയുർവേദിക് പ്രിപ്പറേഷൻ ലിവറിനെ അഫക്ട് ചെയ്തു. അപ്പൊ അയാള് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അയാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഞാൻ ഏത് സപ്ലിമെന്റ് എടുക്കാൻ പറ്റും സാർ? ഞാൻ 2020 അയാൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഓക്കെ, 5 years ആയിട്ട് അയാൾ മെഡിസിൻ എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എലിക്സർ മിക്സ് യു ക്യാൻ ടേക്ക്, നോ പ്രോബ്ലം, ബട്ട് നിങ്ങൾ അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ലേ, ആ മരുന്നിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ധൈര്യമുണ്ടോ? അത് ഐ ഹാവ് ടു കൺസൾട്ട് വിത്ത് മൈ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ്, എൻ്റെ ലിവർ കൺസൾട്ടന്റ്. അയാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അയാൾ എന്ത് പറയും? നോ, ഓൾറെഡി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഓക്കെ, വേറെ ലിവറിൽ കൊണ്ട് യു ആർ ലിവിങ്, നീ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഓക്കെ എടുത്തോ. അപ്പൊ അയാൾ ഓട്ടോമാറ്റിക് പേടിക്കും. ഞാൻ പറഞ്ഞു, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു 5 വർഷമായി, നോ പ്രോബ്ലം, യു സ്റ്റോപ്പ് ഓൾ ദോസ് മെഡിസിൻ ദെൻ ടേക്ക്. അപ്പൊ അയാൾ പറഞ്ഞു, നോ, ഞാൻ ആ മെഡിസിന്റെ കൂടെ ഇതും എലിക്സർ എടുക്കാൻ പറ്റത്തില്ല. ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമ്മുടെ എലിക്സർ മിക്സ് എടുക്കാൻ കാരണം അവർ ഇമ്മ്യൂണോ സപ്രസന്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടേത് ഇമ്മ്യൂണോ ബൂസ്റ്റർ. ഓക്കെ, ആ പേഷ്യൻസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, എനി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിന് അവർ ഇമ്മ്യൂണോ സപ്രസന്റ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇങ്ങനത്തെ ബൂസ്റ്റർ സപ്ലിമെന്റ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടും കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ആക്ഷൻ ആകും. അപ്പൊ ഞാൻ പറഞ്ഞു, യു സ്റ്റോപ്പ് ഓൾ ദോസ് മെഡിസിൻ
അപ്പൊ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. സി ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ട് സയന്റിഫിക്കലി ഐ ക്യാൻ ഗിവ് യു സം എക്സ്പ്ലനേഷൻ. ഗ്യാരണ്ടി ആര് കൊടുക്കാൻ പറ്റും? ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടർ ഗ്യാരണ്ടി കൊടുക്കുമോ? ഇനിയും 10 വർഷം നിങ്ങൾ ജീവിക്കും ഗ്യാരണ്ടി കൊടുക്കുമോ? നോ ആൻസർ. സോ പറയാൻ കാരണം എന്തുവാ, ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈവൻ ആയുർവേദിക് മെഡിസിൻസ്, സം ആയുർവേദിക് മെഡിസിൻസ് ആർ ഹാംഫുൾ. ഓക്കെ, ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ എനിക്കറിയാം സിദ്ധ മെഡിസിൻസ്, കുറെ ഡയബറ്റീസിന് വേണ്ടി സിദ്ധ മെഡിസിൻ കഴിച്ച ആൾക്കാർ കിഡ്നി ഫെയിലിയറായി എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് സയന്റിഫിക്കലി ടെസ്റ്റഡ് ആയ പ്രൂവണ നമ്മുടെ ഈ എലിക്സർ മിക്സ്. ഓക്കെ, വിച്ച് ഈസ് ഹാംലെസ്. ഓക്കെ, എത്ര വർഷമായാലും യു ക്യാൻ ടേക്ക് കണ്ടിന്യൂ. അതാ പോയിന്റ് പറയാൻ മതി. സോ ഇറ്റ്സ് എ യുണീക് സപ്ലിമെന്റ്, ബ്യൂട്ടിഫുൾ സപ്ലിമെന്റ്. എടുത്താൽ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ഈസ് ഗ്യാരണ്ടീഡ്.